കൂട്ടുകാരെ നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ വളരെ രുചികരമായ ഒരു മസാലക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ മസാലക്കൂട്ട് എന്ന് പറയാച്ചാൽ അതിൽ കൂടുതൽ മസാലകളൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും പച്ചമീനൊക്കെ വറുക്കുക, അതുപോലെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മസാല പുരട്ടി വയ്ക്കുക, ചിക്കനിൽ മസാല പുരട്ടി വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ, അല്ലെങ്കിൽ മസാലക്കറി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പെരുംജീരകം പൊടിച്ചിട്ട് ചേർക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ പെരുംജീരകം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് കാലം നമുക്കതിങ്ങനെ ഒരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് പൊട്ടുന്ന കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മണവും ഗുണവും നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി കൂട്ടിയിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിലേറെ ഗുണമാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ അതൊന്ന് ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ എന്നാൽ വരും കുട്ടികളെ, നമുക്ക് അതൊക്കെ ഒന്ന് കാണാന്നേ വരും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മട്ട അരിയാണ് ഞാനൊരു പിടി ചേർക്കുന്നത് കേട്ടോ. അതൊന്ന് വറുത്തെടുക്കുകയാണ്. മട്ട അരിക്ക് പകരം നമ്മൾ സാധാരണ വെള്ള അരി അല്ലെങ്കിൽ കുറുവരി ഏത് വേണമെങ്കിലും എടുക്കാം. ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അതുമല്ലെങ്കിൽ നമ്മൾ നിലക്കടലയോ ഏത് വേണമെച്ചാലും ഉപയോഗിക്കാം. കറിക്ക് ഒന്ന് കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ പെരുംജീരകം പൊടിക്കുന്ന കൂട്ടത്തിൽ ഇത് കൂടി ചേർത്താൽ നല്ലതാണല്ലോ. അപ്പോൾ അരിയൊക്കെ ഇതേ ഇവിടെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഗുണം നഷ്ടപ്പെടും കേട്ടോ. അരി മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് നമ്മുടെ പെരുംജീരകം. ആ പെരുംജീരകം അതിലേക്ക് ഇട്ട് കൊടുത്തു. ആ പെരുംജീരകം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി വരുന്ന ആ സമയത്ത് അപ്പോൾ അതിലേക്ക് നമുക്ക് 2-3 ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ പെരുംജീരകം തന്നെ പൊടിച്ച് വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ്, ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ പിന്നെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ നന്നായി തോന്നി, അതുകൊണ്ടാണ് വീണ്ടും തയ്യാറാക്കുന്നത്. അതിലേക്ക് ഒരു കഷ്ണം പട്ടയും 4 ഗ്രാമ്പും ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കറിവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഹെൽത്തി ആണല്ലോ, നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണല്ലോ കറിവേപ്പില. പട്ട നീളത്തിൽ കിടക്കണ കാരണം ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് കേട്ടോ, പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കറിവേപ്പിലയും ചേർത്തു. അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ആ പാനിൽ ഇളക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോൾ ഞാൻ വേറൊരു പാത്രം വെച്ച് കൊടുത്തു കേട്ടോ. നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ തയ്യാറാക്കുന്ന അലുമിനിയത്തിൻ്റെ ഉരുളി പോലത്തത്. എന്നിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുത്തു. അപ്പോൾ പരന്ന പാത്രമായിട്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പെരുംജീരകമൊക്കെ ഒന്ന് പൊട്ടി വരും. പിന്നെ കറിവേപ്പിലയിലെ ജലാംശമൊക്കെ വറ്റിയിട്ട് കറിവേപ്പില ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പരുവം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അതുപോലെ തന്നെ കറിവേപ്പില, പെരുംജീരകം, അരി ഇതെല്ലാം നമ്മൾ കഴുകി വെള്ളം വാറ്റിയതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ വറുത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ വെള്ളം വറ്റാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ശരിയായിട്ട് കിട്ടില്ല. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാനും അതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് ചൂടായി വരുന്നതിനും വെള്ളം നനവുണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാലാൻ വെച്ച് അതിന് ജലാംശം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് കറിവേപ്പിലയിലെ ജലാംശം എല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഒന്ന് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ ആവണമെന്ന സമയം വരെ നമ്മളൊന്ന് വറുത്തെടുക്കുക. അതുപോലെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്മെല്ലിൻ്റെ തന്നെ മാറ്റം വരും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാൻ ഒട്ടും ആവാത്ത പോലത്തെ കറിവേപ്പില എടുത്തിട്ടാണ് ഇപ്പോൾ നോക്കണത്. ഇങ്ങനെ പൊടിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി പൊടിഞ്ഞ് വരുന്ന പരുവമാകുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് നമ്മൾ അരി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വേറൊരു പേപ്പറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. കാരണം പാത്രം ചൂടുള്ളത് കൊണ്ടും അടുപ്പ് ചൂടുള്ളത് കൊണ്ടും നമ്മൾ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഒക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. തീയൊക്കെ ഓഫാക്കി ഇത് ചൂടാറി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മിക്സർ ജാറിലും ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവരുത്. നല്ല മിനുസമായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടിച്ചെടുത്ത പൊടി ഇതേ ഒന്ന് ചൂടാറാനായിട്ട് പരത്തിയിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ പൊട്ടുന്ന ചില്ലുകുപ്പികളുണ്ടല്ലോ, അങ്ങനത്തെ ചില്ലുകുപ്പിയിൽ ആക്കി വയ്ക്കുക. ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ നീളനുള്ള ചെറിയ കുപ്പികളിലാണ് ആക്കി വയ്ക്കുന്നത്. കാരണം വലിയ കുപ്പി ഇല്ലാതെയല്ല. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി എടുക്കുമ്പോൾ കഴിയും. വലിയ കുപ്പി ഒരു കാലിക്കുപ്പി പോലെ തോന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുപ്പികളിൽ ഞാൻ 2 എണ്ണത്തിലാക്കി വെക്കുകയാണ് ചെയ്യുക. പിന്നെ പൊട്ടുന്ന കുപ്പിയാകുമ്പോൾ സ്മെല്ല് നമുക്ക് നഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് ആകുമ്പോൾ ഈ മണം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ പൊട്ടുന്ന കുപ്പിനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് പെരുംജീരകം പിടിച്ച് വെക്കാറ്. അത് അതിലാക്കി വെച്ചത് കേട്ടോ.
ജലാംശം ഒട്ടുമില്ലാതെ ഇതുപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കേടുകൂടാതിരിക്കും. ഇറച്ചി കഴിക്കാത്തവർക്കും അതുപോലെ തന്നെ മറ്റ് മസാലക്കറികളിലും അതുപോലെ സ്പെഷ്യലായിട്ട് നമ്മളുണ്ടാക്കുന്ന കറികളിലും അതുപോലെ മീൻ വറുക്കുന്നതിനും പച്ചമീനൊക്കെ വറുക്കുന്നതിനും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പൊടി ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. 1 സ്പൂൺ മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ, കൂടി വന്നാൽ 2. ഇന്നത്തെ എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.